Ayo. Next question. It is triangle and given അപ്പോൾ ക്വസ്റ്റ്യൻ കുറച്ച് വലുതാണ്. അപ്പം സോ given 3 sticks with length L1 L2 L3 അതായത് L1 L2 L3 ലെങ്ത് ഉള്ള 3 സ്റ്റിക്ക് ഉണ്ട്. ഫൈൻഡ് ഔട്ട് if these sticks can form triangle അതായത് L1 L2 L3ക്ക് ട്രയാങ്കിൾ ഫോം ചെയ്യാൻ പറ്റുമോ നോക്കണം. ഇഫ് ദേ ക്യാൻ ഫോം ട്രയാങ്കിൾ, ഇഫ് യെസ് അതായത് ട്രയാങ്കിൾ കാണിക്കാൻ ഫോർമാറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ സർക്കംഫറൻസ് കാണണം. അതായത് L1 plus L2 plus L3. The condition to be satisfied for the 3 sticks to form a triangle is that the sum of length of any two sides of a triangle should be greater than or equal to the length of the third side. അതായത് പറയുന്നത് നമുക്ക് 3 L1 L2 L3 തന്നിട്ടുണ്ട്. if എപ്പോഴോ ഏതോ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ട്രയാങ്കിൾ ഉണ്ടാക്കാൻ പറ്റും. കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ട്രയാങ്കിൾ ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ ട്രയാങ്കിൾ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് അതിന്റെ സർക്കംഫറൻസ് കാണാം. അതായത് L1 L2 L3. ഓക്കെ, ഇതാണ്. ഇനി ഈ കണ്ടീഷൻ എന്താന്ന് വെച്ചാൽ ഫോർ 3 സ്റ്റിക്സ്, അപ്പം നമുക്ക് ഓൾറെഡി L1 L2 L3 ഉണ്ട്. is that sum of length of any two sides. അതായത് നമുക്ക് എന്തൊക്കെയാ ഉള്ളത്? L1 ഉണ്ട്, L2 ഉണ്ട്, L3 ഉണ്ട്. അതായത് ഇതിലെ ഏതെങ്കിലും രണ്ട് സൈഡ്സിന്റെ സം എന്ന് പറയുന്നത് L1 plus L2 ആകാം, L2 plus L3 ആകാം, അല്ലെങ്കിൽ L3 plus L1 ആകാം. രണ്ട് സൈഡ് മനസ്സിലായില്ലേ? ഒന്നും കൂടെ ഞാൻ ഞാൻ ഒരു ട്രയാങ്കിൾ എടുക്കുന്നു. L1 L2 L3 L2 L3 ഇതില് ഏതെങ്കിലും രണ്ട് സൈഡ്സ് കൂട്ടുമ്പോൾ ഒന്ന് L1 plus L3 L2 plus L3 അല്ലെങ്കിൽ L1 plus L2 ഏതെങ്കിലും രണ്ട് സൈഡ്സ് കൂട്ടുമ്പോൾ എന്ത് ചെയ്യണം? രണ്ട് സൈഡ് കൂട്ടുമ്പോൾ മൂന്നാമതൊരു വാല്യൂ കിട്ടില്ലേ? അതായത് ഇപ്പം നമ്മൾ L1 L2 L3 ഉണ്ട്. ഇതിൽ ഏതെങ്കിലും രണ്ട് വാല്യൂസ് ഇങ്ങനെ നമ്മൾ കൂട്ടുമ്പോൾ ആഡ് ചെയ്തത് XY, ഈ എക്സും വൈയും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് Z എന്നുള്ള മൂന്നാമത്തെ ഒരു സൈഡ് ഇല്ലേ? ഒന്നേ എന്തായിരിക്കണം? that the sum of length of any two side of the triangle should be great. അപ്പം ഈ രണ്ട് L1 plus L2 അല്ലെങ്കിൽ രണ്ട് സൈഡ് കൂട്ടുന്നത് മൂന്നാമത്തെ സൈഡിനേക്കാൾ വലുതായിരിക്കണം. അല്ല എങ്കിൽ ഈ ഇസഡുമായിട്ട് ഈക്വൽ ആയിരിക്കണം. മനസ്സിലായോ? അതായത് ഒന്നുകൂടി പറയണമെങ്കിൽ കണ്ടീഷൻ എന്താ? സൈഡ് 1 പ്ലസ് സൈഡ് 2 എന്ന് പറയുന്നത് വലുതോ അല്ലെങ്കിൽ ഈക്വൽ ടു ഓഫ് സൈഡ് 3. സൈഡ് 1 പ്ലസ് സൈഡ് 2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സൈഡ് 3. ഇതാണ് നമ്മുടെ കണ്ടീഷൻ. ഓക്കെ, ഇതാണ് നമ്മുടെ കണ്ടീഷൻ. ഇതില് അപ്പോൾ നമുക്ക് എങ്ങനെ ഇതിന്റെ ഐഡിയ ഫോമാറ്റ് ചെയ്യാം? 3 സൈഡ്സ് ഉണ്ടെന്ന് നമുക്കറിയാം. ട്രയാങ്കിള് L1 L2 L3. നമ്മൾ എന്തൊക്കെ കണ്ടുപിടിക്കണം? L1 plus L2 നോക്കണം, അല്ലെങ്കിൽ L2 plus L3 നോക്കണം, അല്ലെങ്കിൽ L3 plus L1 നോക്കണം. ഈ മൂന്ന്
വാല്യൂസ് ആണ് നമുക്ക് എവിടെ വരേണ്ടത്, ഈ ഇതിൽ നോക്കേണ്ടത്. ഫോർ എൻ എക്സാമ്പിൾ L1 പ്ലസ് L2 എന്ന് പറയുന്നത് 5. മൂന്നാമത്തെ ഓക്കെ, ആ ഒരു എക്സാമ്പിൾ വേണ്ട, ഇതുവരെ. അപ്പം ഈ 3 വാല്യൂസ് കൂട്ടുന്നത് ഒന്നേ വലുതായിരിക്കണം, അല്ലെങ്കിൽ മൂന്നാമത്തെ സൈഡുമായിട്ട് L1 L2, അപ്പം ഒന്നേ L1 L2 L3യേക്കാൾ വലുതായിരിക്കണം, അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കണം, അല്ലെങ്കിൽ L2 L3 L1നേക്കാൾ വലുതായിരിക്കണം, അല്ലെങ്കിൽ L2നേക്കാൾ അല്ല ഈക്വൽ ആയിരിക്കണം. L3 L1 എന്ന് പറയുന്നത് L3 L1 എന്ന് പറയുന്നത് L2വിനേക്കാൾ വലുതോ അല്ലെങ്കിൽ ഈക്വലോ ആയിരിക്കണം. ഓക്കെ, ഇനി ഇതെങ്ങനെ ചെയ്യാം? ഒബ്വിയസ്ലി നമുക്ക് ബ്രൂട്ട് ഫോഴ്സ് വഴി ചെയ്യാം. ഒരു 3 വാല്യൂസ് ഉണ്ട്, L1 L2. ഓക്കെ, നമുക്ക് ഐഡിയേറ്റ് ചെയ്യാം. 3 കണ്ടീഷൻസ് ഉള്ളത്. ഡയറക്റ്റ് കൊടുക്കുകയാണെങ്കിൽ എന്നോട് കോഡിൽ തന്നെ ഡയറക്റ്റ് എഴുതാം. ഫോർ എൻ എക്സാമ്പിൾ ഞാൻ L1 L2 L3, അതായത് L1 പ്ലസ് L2 അല്ലെങ്കിൽ L2 പ്ലസ് L3 അല്ലെങ്കിൽ L3 പ്ലസ് L1 greater than or is equal to L3 greater than or is equal to L1 greater than or is equal to L2. ഇതാണ് നമ്മുടെ അപ്രോച്ച്. അപ്പം L1 L2 L3 ഒറ്റ ലൈനാണോ തന്നിരിക്കുന്നത്? അതെ, ഒറ്റ ലൈനാണ് തന്നിരിക്കുന്നത്. സോ നമുക്ക് n എന്ന് പറഞ്ഞാൽ എന്താ? ഈ എത്രയുണ്ട്, എത്ര വട്ടം പോകുന്നുണ്ട്. സോ അത്ര നമുക്ക് എന്ത് വേണം, അത്ര ലൂപ്സ് ഉണ്ടല്ലേ. ഫോർ I in range n, അതായത് 2 പ്രാവശ്യം ലൂപ്പ് ചെയ്യണം. ആദ്യം ലൂപ്പ് ചെയ്യുമ്പോൾ എന്നിട്ട് നമുക്ക് വാല്യൂസ് വാങ്ങി വെക്കണ്ടേ. ആദ്യം ലൂപ്പ് ചെയ്യുമ്പോൾ L1 L2 L3യിലേക്ക് എന്ത് ചെയ്യണം, വാല്യൂസ് വാങ്ങണം. അപ്പം ഇതിലേക്ക് വാല്യൂസ് ഫസ്റ്റ് ലൂപ്പിൽ L1 L2 L3 എന്ന് പറഞ്ഞാൽ 3 4 5 ആയി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ കണ്ടീഷൻ കൊടുക്കുന്നു. ഇത് കണ്ടീഷൻസ് അല്ലേ. അപ്പം 3 കണ്ടീഷൻസ് ഉണ്ട്. അപ്പോ ഇതിലേതെങ്കിലും ഒരു കണ്ടീഷൻ എന്താകണം, സാറ്റിസ്ഫൈ ആകുകയാണെങ്കിൽ, ഈ കണ്ടീഷൻസിൽ ഏതെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈ ആകുകയാണെങ്കിൽ എന്താ, ഒന്നിലധികമോ, അതായത് ഇത് ട്രയാങ്കിൾ ആവുകയാണെങ്കിൽ 3 കണ്ടീഷനും സാറ്റിസ്ഫൈ ആകും അല്ലേ. ട്രയാങ്കിൾ ആവുകയാണെങ്കിൽ 3 കണ്ടീഷനും സാറ്റിസ്ഫൈ ആകും. അപ്പം ആൻഡ് L3 ആൻഡ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവും. ഇഫ്, അതായത് ഈ 3 കണ്ടീഷനും സാറ്റിസ്ഫൈ ആവുകയാണെങ്കിൽ എന്താ പ്രിന്റ് ചെയ്യേണ്ടത്? ഓക്കെ, ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഫോർ 3 sides ഇഫ് ദ 3 sides കാൺട്ട് ഫോം എ ട്രയാങ്കിൾ, ചെയ്യാൻ പറ്റില്ല എങ്കിൽ -1 എന്നും, ഇല്ല എങ്കിൽ സർക്കംഫറൻസ് L1 പ്ലസ് L2 പ്ലസ് L3, പറ്റില്ല എങ്കിൽ എൽസ്
പ്രിന്റ് -1 പ്രിന്റ് ആണല്ലേ. ഓക്കെ, ഈ പ്രിന്റ് L1 L2 L3. ഓക്കെ, അപ്പൊ ഒന്ന് നോക്കാം ഇത് കറക്റ്റ് ആണോ എന്നുള്ളത്. അതായത് ടെസ്റ്റ് ചെയ്യുന്നു. ഇനി നമുക്ക് വേറെ ഇതിപ്പോ ഒരു അപ്രോച്ചാണ്, വേറെ എന്തെങ്കിലും ഒരു അപ്രോച്ച് ഉണ്ടോ നോക്കാം. ഇനി കുറച്ചും കൂടി മാത്തമാറ്റിക്കലി ഒരു അപ്രോച്ച് എന്ന് പറഞ്ഞാൽ, ഫോർ എൻ എക്സാമ്പിൾ ഞാൻ ട്രയാങ്കിൾ എ ബി സി. ഓക്കെ, ക്വസ്റ്റ്യൻ എന്തെന്ന് പറയുന്നത് എന്താ, രണ്ട് സൈഡ്സ് കൂട്ടുമ്പോൾ A+B കൂട്ടുമ്പോഴോ അല്ലെങ്കിൽ B+Cയോ അല്ലെങ്കിൽ A+Cയോ കൂട്ടുമ്പോൾ മൂന്നാമത്തെ സൈഡിനേക്കാൾ വലുതോ ഈക്വലോ ആയിരിക്കണം. ഓക്കെ, മൂന്നാമത്തെ സൈഡിനേക്കാൾ വലുതോ ഈക്വലോ ആയിരിക്കണം. അപ്പൊ എന്താ, അതായത് അപ്പം മാത്തമാറ്റിക്കലി തിങ്ക് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ചെറുത് ഇതിൽ ഏറ്റവും ചെറിയ രണ്ട് നമ്പേഴ്സ് ഇത് കൂട്ടുമ്പോൾ മൂന്നാമത്തേനേക്കാൾ വലുതായിരിക്കണം ഏറ്റവും ചെറിയ രണ്ട് സൈഡ്. അത് കുറച്ചുകൂടി ടഫർ ആണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി. നമ്മൾ ഇവിടെ ചെയ്ത അപ്രോച്ച് എന്താ, ഇത് രണ്ടും കൂട്ടുമ്പോൾ മൂന്നിനേക്കാൾ വലുതായിരിക്കണം, ഇത് രണ്ടും കൂട്ടുമ്പോൾ മൂന്നിനേക്കാൾ വലുതായിരിക്കണം, ഇത് രണ്ടും കൂട്ടുമ്പോൾ ഇതിനേക്കാൾ വലുതായിരിക്കണം. ഇപ്പൊ നമ്മൾ ചെയ്ത അപ്രോച്ച് ഇതാ. പക്ഷെ ഏറ്റവും ചെറിയ രണ്ട് സംഖ്യ കൂട്ടിയിട്ട് അതും മൂന്നാമത്തെ സൈഡിനേക്കാൾ വലുതാണെങ്കിൽ എന്താ, ട്രയാങ്കിൾ ഫോം ചെയ്യാൻ പറ്റും. ഏറ്റവും ചെറിയ രണ്ട് അത് ട്രയാങ്കിൾ ഫോം ചെയ്യാനുള്ള ഒരു മെത്തേഡാണ്. ഓക്കെ, അതും ചെയ്യാം. ഇത് കുറച്ചുകൂടി ഈസിയാണ് നമുക്ക് മനസ്സിലാക്കാൻ. ഓക്കെ.